ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്റും മാൻ്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അതിലെന്റും മാൻ്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മാൻ്റെ പൂമോനുറങ്ങാരിരോ ഇതുപോലുറക്കുന്നൊരുമ്മ കൽബോടെ ചേർത്തിട്ടൊരുമ്മ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്റും വാൻ്റെ സ്വരമേ. ഹായ് ഹലോ, ഞാൻ നുഹ. പാണക്കാടാണ് എൻ്റെ സ്ഥലം. ഞാൻ MUIP സ്കൂൾ പാണക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നുഹമോള സ്കൂളിലെ ടീച്ചേഴ്സാണ് നമ്മളെ കൂടെ ഉള്ളത്. ഒരുപാട് കലാപ്രതികളെ സമ്മാനിച്ചിട്ട് സ്കൂളാണ് അല്ലേ? നമ്മൾ ഷഹ്മൊക്കെ ഇവിടുന്ന് പോയതാണ്, പട്ടർക്കടവ്. അതിന് ശേഷം വന്നിട്ടുള്ള അതിൻ്റെ പിൻഗാമിന്ന് തന്നെ പറയാം. നമ്മളെ നുഹമോള് ഒരു നല്ലൊരു ഗായികയാണ്. നിങ്ങൾ പാട്ടൊക്കെ കേട്ട് അപ്പോൾ ടീച്ചേഴ്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ UP സ്കൂളാണ് പാണക്കാട് MUIP സ്കൂളിൽ. കലാ കായിക പ്രവൃത്തി പരിചയമേളയിൽ പ്രത്യേക താല്പര്യം നമ്മൾ എടുക്കാറുണ്ട്. കായിക മേളയിൽ തന്നെ ഇൻ്റർനാഷണൽ ഫുട്ബോൾ ആഷിഖ് കുറിണിയൻ ഈ സ്കൂളിലെ പന്തുരുട്ടി വളർന്നതാണ്. അതേപോലെ തന്നെ നമ്മളെ കലാപ്രതിഭയായ കഴിഞ്ഞ വർഷങ്ങളിൽ പോയ ഷഹ്മ AV, അതേപോലെ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഒരു മിന്നും താരമാണ് നുഹ MP. ഇതേപോലെയുള്ള ധാരാളം കലാപ്രതിഭകൾക്ക് പ്രത്യേക കോച്ചിങ്ങും പ്രത്യേക പരിശീലനങ്ങളും നമ്മൾ നൽകാറുണ്ട്. ഈ പാണക്കാട് UP സ്കൂളിൽ വന്ന നുഹമോളെ പ്രത്യേകം ഈ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. പാണക്കാട് MUIP സ്കൂളിൻ്റെ അഭിമാന താരമാണ് നുഹ. പ്രത്യേകിച്ച് ഈ അവസരത്തിലുള്ള കാര്യം പറയേണ്ടത്, നമ്മൾ 6ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അറബി പാഠപുസ്തകത്തിലെ പദ്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ ആ പാടിയ വ്യക്തിയും കൂടിയാണ് നമ്മുടെ നുഹ. മാത്രമല്ല ഈ സ്കൂളിൽ തന്നെ അധ്യാപികയായ സുമയ ടീച്ചറുടെ മകളാണ്. മലപ്പുറം സബ് ജില്ലാ കലോത്സവത്തിൽ പല പ്രാവശ്യം സ്കൂളിന് വേണ്ടി പ്രതിനിധീകരിച്ച് മാപ്പിളപ്പാട്ടിൽ അറബി കലോത്സവത്തിൽ 1ാം സ്ഥാനവും A ഗ്രേഡ് നേടിയ ഞങ്ങളുടെ പാണക്കാട് സ്കൂളിൻ്റെ അഭിമാനം കൂടിയാണ് നുഹ. പാണക്കാട് സ്കൂളിലെ അഭിമാന താരമാണ് നുഹ. നമ്മുടെ സ്കൂളിലെ കലോത്സവങ്ങളിൽ നല്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ 4 വർഷമായിട്ട് നമുക്ക് ചാമ്പ്യന്മാരാണ്. അതോടൊപ്പം 2 വർഷമായിട്ട് നുഹയുടെ നല്ല പെർഫോമൻസ് കൊണ്ട് നമുക്ക് ഉന്നത വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. ജില്ലയിൽ അറബി സംഘഗാന മത്സരത്തിൽ 2ാം സ്ഥാനം ഇവളുടെ ലീഡർഷിപ്പിലാണ് നമുക്ക് നേടാൻ സാധിച്ചത്. അങ്ങനെയുള്ള കുറേ നേട്ടങ്ങൾ നേടിത്തരാൻ നുഹയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ماهل الهند بستان هيبة هيبة أوطان الهند سلطان عزة عزة مع أهل الهند بستان هيبة هيبة أوطان الهند سلطان عزة عزة هلموا إخوتي نحو بستاننا بستاننا أهلا بنا إلى ظلال وطننا وطننا تفضل أناسي تحية سلام سلام تعالوا رفقاء محبة تمام تمام محبة تمام تمام محبة تمام تمام. ഹായ് ഹലോ ഫ്രണ്ട്സ്, ബുള്ളറ്റുമാനുമാണ്. ഞാനിപ്പോൾ ഉള്ളത് MUIP സ്കൂളിലെ പാണക്കാട്. നിങ്ങൾ ഒരു സംഘഗാനം ഒരു പാട്ടൊക്കെ കേട്ടു. എൻ്റെ കൂടെ ഉള്ളതാണ് നുഹ അല്ലേ? നുഹ പാണക്കാട്. ഈ ഒരു സ്കൂളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ സ്കൂളിൽ നമ്മൾ ഷഹ്മയൊക്കെ ഒരു പാട്ടൊക്കെ പാടി സബ് ജില്ലയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പിൻഗാമി ആയിട്ടാണ് ടീച്ചേഴ്സൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ നുഹയും ഇവിടുന്ന് കടന്നു പോകുന്നത്. 7ാം ക്ലാസ്സിലല്ലേ? ഈ വർഷം ലാസ്റ്റ് ആണ് അല്ലേ? ഇനി എന്താണ് സ്വയം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക.
പ്രേക്ഷകർക്ക്? എന്റെ പേര് നുഹ. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. MUIP സ്കൂൾ പാണക്കാട്ടിലാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ അമ്മച്ചി ഇവിടെ ടീച്ചർ തന്നെയാണ് അല്ലേ? അമ്മച്ചി പഠിച്ച സ്കൂൾ തന്നെയാണിത്. അതേ സ്കൂളില് ഉമ്മാന്റെ പ്രത്യേകത, ഉമ്മ വീഡിയോയിൽ വരുന്നില്ലാന്നാ പറഞ്ഞത്. ഉമ്മന്റെ പ്രത്യേകത ഉമ്മ പഠിച്ച സ്കൂളില് ഉമ്മച്ചി ടീച്ചറായി കയറും ചെയ്തു. ഉമ്മച്ചിന്റെ മോളും ഇവിടെ തന്നെയാണ് പഠിക്കണുള്ളത്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖം അല്ലേ? പാട്ടിന്റെ ഫീൽഡിൽ വന്നിട്ട് പറയായോ? 2 വർഷത്തോളം പാട്ട് പാടാൻ തുടങ്ങിയിട്ട് അല്ലേ? പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകള് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. കുട്ടിപ്പാട്ട് പറഞ്ഞ എവിടെ പോയിട്ടുണ്ടോ? ഇല്ല, അതിന് ചെറിയ ചെറിയ റിയാലിറ്റി ഷോയിലൊക്കെ, വേറെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പാട്ട് പഠിക്കുന്നുണ്ടോ? ഇപ്പൊ പാട്ട് പഠിക്കുന്നുണ്ട്. എവിടെ? മലപ്പുറം സെയിൻ മ്യൂസിക് പറഞ്ഞ ഹമീദ് സാർ ഹമീദ് സാറിന്റെ കൂടെ. അതെ 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 അതെ. നമ്മൾ 2 ദിവസമായിട്ട് 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഹമീദ് മാഷ കുട്ടികൾ തന്നെയാണ്, അതിൽ പെട്ട തന്നെയാണ് നോഹമോളും. ഇനിയുണ്ട് നമുക്ക് ഒരുപാട്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ട് ഒരുപാട് മക്കൾ ഇനിയും കൊണ്ടുവരാനുള്ളത്. അങ്ങനെ നുഹന്റെ പാട്ട് നമ്മൾ കേട്ടു. വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ടുള്ള സ്വീറ്റ് വോയിസ് ആണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ വേണ്ടി സാധിക്കട്ടെ. വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്നു കാണട്ടെ, ബന്ധവിലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ, തുമ്പിക്ക് മാമാതം പൊട്ടിയോളാമട്ടെ, കുറേയ വാക്കിനെ കേട്ട് വേടിപ്പെട്ട്, സംസാരിക സരിക പാമകരി തിങ്കാരി മകരിക താകും താക തിന്തിം ദിം 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 ചിന്തങ്കുളങ്ങളും തളം തരികേണ ജനുദാദാ തിമികാൾ കൊണ്ടായേ ബംബുച്ച ഹംസ റളിയല്ലാച്ചാടെ തമ്പി അസ്വാദി മാരടാ വള്ളൽ നബി മഹമ്മൂദ് കള്ളിന് വെള്ളം കുടിക്കുന്നവനാരടാ അമ്പർ ഷഫിയുള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരടാ ഹൈറുൽ ബറാം നബിയാർ കുളത്തിന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. സ്കൂളിലെ ടീച്ചേഴ്സും അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് വെച്ചൊക്കെ ശരിക്കും സപ്പോർട്ടാണ് അല്ലേ? സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും വീട്ടുകാരായാലും എല്ലാവരും സപ്പോർട്ടാണ്. ഞാൻ പാട്ടിന്റെ ഫസ്റ്റ് ആയിട്ട് തുടക്കം വെച്ചത് LP സ്കൂളിലാണ്. 2ാം ക്ലാസ്സിന് എന്റെ LP സ്കൂളിലെ സെക്കൻഡ് ടീച്ചറായ ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ എന്നെ അറബിക് ആക്ഷൻ സോങ്ങിൽ എന്നെ പങ്കെടുപ്പിച്ചത്. അവിടുന്നാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഒരു പാട്ട് പാടുന്നത്. കഴിവുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റിയത്. ആ ടീച്ചർ കാരണമാണ് എന്റെ പാട്ടിന് തുടക്കം കുറിച്ചത് തന്നെ. പിന്നെ അതിൽ എനിക്ക് സബ് ജില്ലയിൽ സെക്കൻഡ് അടിച്ചു. അതിന് ശേഷമാണ് ഞാൻ പിന്നെ പാട്ടിന്റെ മേഖലയിലേക്ക് ഇറങ്ങിയത്. പിന്നെ എന്റെ സ്കൂളത്തെ ടീച്ചേഴ്സ് ആയാലും ഷഹാന ടീച്ചർ, സൽമ ടീച്ചർ, പ്രജിത ടീച്ചർ, റഫീഖ് സാർ, മുജീബ് സാറ് എല്ലാരും കട്ട സപ്പോർട്ടാണ്. എന്നെ പാട്ട് പഠിപ്പിക്കേണ്ട മാഷിന്റെ ഭയങ്കര സപ്പോർട്ട് എന്റെ മാഷാണ് ഹമീദ് സാർ. ഓക്കെ ഓക്കെ. അപ്പൊ ഫസ്റ്റ് കണ്ടെത്തിയിട്ട സെക്കൻഡ് ടീച്ചർ എന്തായാലും ടീച്ചർക്ക് ഒരു ബിഗ് സല്യൂട്ട് പറയാണ്. ഇൻസ്റ്റാ പേജ് ഒക്കെ ഉണ്ട്. എന്റെ പേര് ഇൻസ്റ്റാ പേജ്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഉണ്ട് അല്ലേ? എന്റെ പേര് കൊടുത്ത് ഇൻസ്റ്റയില് നുഹ MP, യൂട്യൂബില് നുഹ ഒഫീഷ്യൽ. അതുപോലെ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും റിയാലിറ്റി ഷോകൾ അങ്ങനെ നീ പങ്കെടുത്തിട്ടുണ്ടോ? ഈ അടുത്ത് ഇശൽ മഹർ റിയാലിറ്റി ഷോയില് വിന്നർ ആയിട്ടുണ്ടോ? മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അപ്പൊ ഒരു കലാപ്രതിഭ തന്നെയാണ് നമ്മളെ കൂടെ ഉള്ളത് കേട്ടോ. ഈ സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു HM പറഞ്ഞ പോലെ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സ്കൂളിലെ UP സ്കൂളില് ജില്ലയിൽ LP ഉണ്ട് അവിടെ ഇല്ല. ഏകദേശം 800ഓളം കുട്ടികൾ പഠിക്കണ ഒരു സ്കൂളാണ്. നല്ലൊരു പിന്നെ എന്താ പറയാ അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ ഇവിടുത്തെ ക്യാമ്പസ് കാര്യങ്ങളൊക്കെ വിശാലമാണ്. അധികം സ്കൂളിന് സൗകര്യങ്ങൾ ഇല്ലാത്തത് ചിലപ്പോൾ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള സ്കൂളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകതയും കൂടി ഒരു സ്കൂളിൽ കേട്ടോ എന്നെ ഒരു ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇവിടുത്തെ ഓണാഘോഷത്തിന് പങ്കെടുത്ത് നല്ല സദ്യയൊക്കെ കഴിച്ച് ഇവിടെ പിന്നെ എന്താ പറയാ ഒരുപാട് പപ്പടമൊക്കെ കഴിച്ച ടീച്ചേഴ്സൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ട്. എല്ലാരും നല്ലോണം കഴിച്ചിട്ട് സദ്യയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നുഹന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. ടീച്ചറുടെ പേര് ഷഹാന, പ്രജിത. ഇവിടെ കുറെ വർഷമായി സ്കൂളില്? 9 വർഷം. ടീച്ചറോ? 2 വർഷമായിട്ടുള്ളൂ. അപ്പൊ എല്ലാരും പിന്നെ സപ്പോർട്ടാണ്. HMന്റെ എന്തെങ്കിലും വാക്കുകളൊക്കെ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് എന്താ പറയാനുള്ളത്? പിന്നെ നുഹന്റെ ടീച്ചറാണോ? ക്ലാസ് ഉണ്ടോ? നുഹയ്ക്ക് ഞാൻ കഴിഞ്ഞ വർഷം പഠിപ്പിച്ചിരുന്നു, ഇത്തവണ ഇല്ല. നുഹേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവളെ LP തലം മുതല് ഓരോ സ്റ്റേജില് അവളുടെ വളർച്ച കണ്ടൊരു
അതായത് അവളെ ഉമ്മയുടെ ആത്മസുഹൃത്തും കൂടിയാണ്. അതെ അതെ അപ്പൊ എനിക്ക് ഓരോ സ്റ്റേജിലും ഇപ്പൊ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും അത് ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു അഭിമാനമുണ്ട്. പിന്നെ ഞങ്ങളെ പാണക്കാട് സ്കൂളിന്റെ ഒരു കലാപ്രതിഭയാണ്. ഇനി പഠന മേഖലയിലുണ്ട്. പഠ്യേതര അടുത്ത വർഷങ്ങളിൽ ഒരു ഉന്നതിയിലെത്താനുള്ള എല്ലാ സ്കോപ്പും കാണുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. പിന്നെ എല്ലാ മേഖലയും പഠന മേഖലയിലാണെങ്കിലും കലാപരമായിട്ടുള്ള മേഖലയിലാണെങ്കിലും ഒക്കെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ബാക്കിലേക്ക് നിൽക്കുന്ന കഴിവുള്ള കുട്ടികളുണ്ട്. പക്ഷെ നുഹേനെ സംബന്ധിച്ച് അവളൊരു ഭാഗ്യവതിയാണ്. കാരണം ഏത് സമയം അതെ അതെ സ്കൂളിന്റെ ആണെങ്കിലും സ്കൂളിന്റെ ആണെങ്കിലും പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും ഓടി നടന്നുകൊണ്ട് എല്ലാ സമയങ്ങളും അവൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എന്താ പറയാ ഒരു ഭാഗ്യം ഭാഗ്യവതി എന്നൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്യാം. പ്രത്യേകം പറയുന്നത് എന്റെ ഉമ്മാനെ തന്നെയാണ്. ഏത് തിരക്കിലും അതെ ഏത് തിരക്കും മാറ്റി വെച്ചിട്ട് ഈ ഒറ്റ മോളാണോ? ഒരു മോളാണല്ലേ. ഇനി അടുത്തിപ്പം ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് തന്നെയാണല്ലോ അല്ലേ, പാണക്കാട് പിന്നെ അതുപോലെ ഇനിയിപ്പോ ഈ പാട്ടിന്റെ ഫീൽഡിൽ മുന്നോട്ട് ഇതിന്റെ കൂടെ പഠിത്തം കൂടി ശ്രദ്ധിക്കാൻ കേട്ടോ. പറയാം നല്ല ഒരുവിധ മക്കളൊക്കെ ഇപ്പൊ ഓരോ മേഖലയിൽ പോകുമ്പോഴേ ഇനിയിപ്പോ എന്താ പറയാ നമുക്ക് അടുത്ത വർഷങ്ങളിലൊക്കെ ഹൈസ്കൂളാണ്. അപ്പോൾ ഹൈസ്കൂളിലാണെങ്കിൽ ഇപ്പം യു പി ഒക്കെ ആകുമ്പോൾ നമുക്ക് ജില്ലാ കലോത്സവത്തിലൊക്കെ കലോത്സവങ്ങളിലൊക്കെ ജില്ല വരെയല്ലേ പറ്റുള്ളൂ. ഇനി അടുത്തൂടെയൊക്കെ സംസ്ഥാന കലോത്സവങ്ങളൊക്കെ എന്താ പറയാ എത്താനും അവിടേക്ക് എത്താൻ ഒരു ഭാഗ്യം ഉണ്ടാക്കുന്ന പ്രത്യാശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാണാൻ പറ്റില്ല, ഇവിടെ വരാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. വളരെ നല്ല സപ്പോർട്ടായിട്ടുള്ള അധ്യാപകരും. പിന്നെ അതുപോലെ ആ നേരത്തെ അറബി ഗാനത്തിനെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ, അതിന്റെ പ്രത്യേകത ഉണ്ടല്ലോ. അറബി സംഗാനം തുടർച്ചയായിട്ട് മലപ്പുറം സബ് ജില്ലയിലെ 3 വർഷമായിട്ട് ഞങ്ങളെ സ്കൂളിലാണ് ഫസ്റ്റ് സബ് ജില്ലയിൽ. അന്ന് നുഹ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഈ അറബി ഗാനം എന്താ ഒരുമിച്ച് പറഞ്ഞ കേരളത്തിന് ഒന്നടങ്കം അങ്ങനെ പറഞ്ഞല്ലോ. 6ാം ക്ലാസ്സിലെ ഇപ്പൊ 6ാം ക്ലാസ് ബുക്കൊക്കെ മാറിയണല്ലോ. അപ്പൊ 6ാം ക്ലാസ് അറബിയിലുള്ള പദ്യങ്ങളൊക്കെ അലിഫ് മീഡിയ ചാനലില് ഞാനാണ് പാടിയിട്ടുള്ളത്. പിന്നെ ഏതായാലും എന്താ ശൈല ടീച്ചർക്ക് എന്താ പറയാനുള്ള ഇത്ര തന്നെ അല്ലേ? എനിക്ക് പിന്നെ അധികം പരിചയമില്ലല്ലോ, പക്ഷെ എല്ലാവരും പരിചയത്തില് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും ഈ സപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്യും. പ്രേക്ഷകരായിട്ടുള്ള ആളുകളോടും പറയാനുള്ളതാണ്, ഇത്തരം മക്കൾ ചെറിയ മക്കളാണ്, അവരുടെ കഴിവ് പ്രകടിപ്പിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവര് നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ടുകൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ പിന്തുണ കൊടുക്കുക എന്നുള്ളത്. എന്താ നുഹക്ക് എന്താ പറയാനുള്ള പ്രേക്ഷകരോട്? സപ്പോർട്ട് ചെയ്യാ, അത്ര തന്നെ. എല്ലാവരും ഹായ് പറഞ്ഞു.